ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ബൈ വൈഷ്. ഇന്ന് ഞങ്ങളൊരു ലഞ്ച് ഡേറ്റിന് പോവുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ലീവ് എടുത്ത ഒരു ദിവസം എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ പുറത്തു പോയി ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു. എൻ്റെ യൂട്യൂബ് ചാനലിൽ 50 സബ്സ്ക്രൈബർ ആയാൽ നമുക്ക് കുഴിമന്തി കഴിക്കാൻ പോകാം എന്നൊരു പ്ലാനാണ് ഈ ഒരു ലഞ്ച് ഡേറ്റ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ 50 സബ്സ്ക്രൈബേഴ്സിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ എൻ്റെ വ്യൂവേഴ്സിനും നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെയും ഞാനിപ്പോൾ ഡിന്നർ ഡേറ്റിനൊക്കെ കൂട്ടിക്കൊണ്ട് പോവാം. ഓക്കെ. അപ്പോൾ കുഴിമന്തി എന്ന മോഹവുമായിട്ടാണ് ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങുന്നത്. പുതുതായി തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റ്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓഫീസിൽ നിന്ന് ടീം ലഞ്ചിന് ഞാനിവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അന്ന് ഞങ്ങൾ മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല മന്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസും സെറ്റപ്പും ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ഫുഡും നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ വിഷ്ണുവിനെയും കൂട്ടി അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ഞങ്ങൾ കുഴിമന്തി, നാൻ, ഫുൽക്ക ആൻഡ് വെറൈറ്റിക്ക് പനീർ കോഫ്ത ഓർഡർ ചെയ്തു. ഞാനാണ് പനീർ കോഫ്ത ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. മുൻപ് കഴിച്ചിട്ടില്ലെങ്കിലും ഈ പനീർ കോഫ്ത ഈ ടി വിയിലെ കുക്കറി ഷോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മലായ് കോഫ്ത, പനീർ കോഫ്ത എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തേക്കുന്നത്. മുമ്പ് ഞാൻ കഴിക്കാത്തൊരു ഐറ്റമാണ്. എപ്പോഴും ഒരേ ഐറ്റം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊന്ന് ഓർഡർ ചെയ്തത്. അപ്പം പൊതുവേ ഹോട്ടലിലൊക്കെ പോയാൽ എനിക്കൊരു പ്രശ്നമുണ്ട്. പട്ടിണി കിടന്ന് കുറേ നാൾ പട്ടിണി കിടന്നിട്ടൊക്കെ പോണ പോലെ പെട്ടെന്ന് അങ്ങോട്ട് വിശപ്പ് വരും. എവിടുന്നാണ് ഇത് വരണേന്നറിയില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ കുറേ നേരം ഇവിടുത്തെ ആംബിയൻസൊക്കെ കണ്ട് അവിടുത്തെ ലൈറ്റ്സിനെ പറ്റിയും നമ്മുടെ ഇൻറ്റീരിയേഴ്സിനെ പറ്റിയൊക്കെയാണ് ഞങ്ങൾ ഈ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ ലഞ്ച് ടൈമിൽ കൂടുതൽ ഇവിടെ ടീം ലഞ്ചായിട്ടാണ് വരുന്നത് ആൾക്കാർ. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 12:30, 1 ടൈമിനൊക്കെയാണ് ഇവിടെ പോയത്. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന് ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടിരിക്കുകയാണ്. എന്താ ചർച്ച ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് പോലും ഓർമ്മയില്ല. ഈ കളറിലൊരു തീമല്ലായിരുന്നു. ഈ ഹോട്ടലിന് ചെറുതായിട്ടൊരു മുസ്ലിം ടച്ചൊക്കെ ഉണ്ട്. മുസ്ലിം ടച്ച് എന്ന് വെച്ചാൽ മോസ്കിൻ്റെയൊക്കെ ഒരു ഷേപ്പ്, അതിൻ്റെ ലൈറ്റിങ്സ് അങ്ങനെയൊക്കെ. ദോശ കറുപ്പ, ഇഡ്ഡലി കറുപ്പ, കുഴിമന്തി കറുപ്പ. വന്നു. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഫുഡ് വന്നിട്ടോ. അപ്പോൾ ഇതാണ് കുഴിമന്തി. കുഴിമന്തി കണ്ട് ഞാനൊന്ന് ഞെട്ടിപ്പോയി. കുഴിമന്തി കസ്റ്റമൈസ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ബിരിയാണിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, കുഴിമന്തിയിലേക്ക് എത്തിയുമില്ല. അങ്ങനത്തെ ഒരു ഐറ്റം. എന്താണെന്ന് വെച്ചാൽ മന്തിയിൽ കിസ്മിസും ഓണിയൻ ഫ്രൈ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല ഓത്തൻറ്റിക് ആയിട്ടുള്ള മന്തിയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ എൻ്റെ ടീമിലുള്ളവർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല കുഴിമന്തി. വലിയ ഓട്ടോ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇവരിതങ്ങ് മാറ്റി പ്രതിഷ്ഠിച്ചത്. അതാണ് സാധ്യത. അപ്പോൾ ചിക്കൻ കണ്ടിട്ട് കളറൊക്കെ മുക്കി വേവിച്ച് വെച്ച പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. എന്തായാലും ആ തക്കാളി ചട്നിയും ആ പുളി മധുരവും ചേർന്ന ആ സോസും മയോണൈസും കൂടെയൊക്കെ ചേർത്ത് കഴിച്ചപ്പോൾ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒതൻറ്റിക് കുഴിമന്തി ഡെഫിനറ്റ്ലി അല്ല. ഇനി വല്ല മക്ബൂദെന്നോ കപ്സെന്നോ അങ്ങനെ വല്ല വെറൈറ്റി റൈസ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ പനീർ കോഫ്തയാണ് കേട്ടോ ഇത്. പനീർ കോഫ്ത നാനിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് ഓർഡർ ചെയ്തത്. ആ ഡിഷും വന്നു. ഫസ്റ്റ് വിഷ്ണുവാണ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത ഉടനെ വിഷ്ണു റിവ്യൂ പറഞ്ഞു, ഗുലാബ് ജാമുൻ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനുടനെ കഴിച്ചു നോക്കി. ശരിയാണ്, ആ പനീർ ബോളിന് ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറി നല്ല തിക്ക് ഗ്രേവിയൊക്കെയാണ്. ഞാൻ ബട്ടർ ചിക്കൻ കറി പോലെ ആ ഒരു റെഡ് കളറിലൊക്കെയാണ് വരുന്ന പ്രതീക്ഷിച്ചത്. ഈ കറി നല്ല സ്വീറ്റായിരുന്നു. ഏലക്ക ഫ്ലേവറൊക്കെ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ക്രീമും ബട്ടറും ഒക്കെ ഇട്ടിട്ടുണ്ട്. ചില സമയം പായസം കുടിച്ച ഒരു ഫീലൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ശരിക്കും ഇങ്ങനെയാണോ പനീർ കോഫ്ത എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിക്കാത്തതുകൊണ്ട് പിന്നെ അഭിപ്രായമൊന്നും പറയാൻ പോയില്ല.
നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഈ കളറിലാണോ പനീർ കോഫ്ത ഇരിക്കുന്നത്? അഭിപ്രായം എന്തായാലും കമൻറ്റിലിടണം കേട്ടോ. ഓവറോൾ ഫുഡൊക്കെ ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ചൂടായിട്ടൊക്കെയാണ് അവർ സെർവ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ ഡേറ്റൊക്കെ ഇവിടെ കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങ് പോന്നു. അപ്പോൾ ബാക്ക് ടു ഹോമാണ്. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദിവസം ഉച്ചയുറക്കം ഒരു പതിവാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഉച്ചയുറക്കമാണ്. അപ്പോൾ ഓവറോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും വീഡിയോസൊക്കെ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.